അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ലംഹത്തുൻ ഇല ത്വബിഅ, പ്രകൃതിയിലേക്ക് ഒരു നോട്ടം. ലംഹത്തുൻ നോട്ടം, ഇല ത്വബിഅ, ത്വബിഅ പ്രകൃതി, പ്രകൃതിയിലേക്ക് ഒരു നോട്ടം. മാഹിയ മവാരിദുൽ മിയാഹ്, മാഹിയ എന്തെല്ലാമാണ്, മവാരിദുൽ മിയാഹ്, മവാരിദ് എന്ന് പറഞ്ഞാൽ സ്രോതസ്സുകൾ, മിയാഹ് മാഉൻ ജമ മിയാഹ് വെള്ളങ്ങൾ, വെള്ളങ്ങളുടെ സ്രോതസ്സുകൾ എന്തെല്ലാമാണ്. കം യൗമൻ യുംകിനു ലിൽ ഇൻസാനി അൻ യഈശ ബിദൂനിൽ മാ, കം യൗമൻ എത്ര ദിവസം, യുംകിനു സാധ്യമാകും കഴിയും, ലിൽ ഇൻസാനി മനുഷ്യന്, അൻ യഈശ ജീവിക്കാൻ, ബിദൂനിൽ മാ വെള്ളം കൂടാതെ, വെള്ളമില്ലാതെ എത്ര ദിവസം ജീവിക്കാൻ മനുഷ്യന് സാധ്യമാകും എന്നീ രണ്ട് ക്വസ്റ്റ്യൻ കൊണ്ടാണ് നമ്മുടെ ചാപ്റ്റർ ആരംഭിക്കുന്നത്. 3 ആയത്തുകൾ ഇവിടെ തന്നിട്ടുണ്ട്. സൂറത്തുൽ വാഖിയയിൽ നിന്നുള്ള 3 ആയത്തുകളാണ് നമുക്ക് നോക്കാം. അഫറഅയ്തുമുൽ മാ അല്ലദീ തശ്റബൂൻ, അഫറഅയ്തും നിങ്ങൾ കാണുന്നില്ലയോ, അഫറഅയ്തും നിങ്ങൾ കാണുന്നില്ലയോ, അൽ മാ വെള്ളത്തെ, അല്ലദീ എങ്ങനത്തെ വെള്ളമാണ്, തശ്റബൂൻ നിങ്ങൾ കുടിക്കുന്നതായ, നിങ്ങൾ കുടിക്കുന്നതായ വെള്ളത്തെ നിങ്ങൾ കാണുന്നില്ലയോ, നിങ്ങൾ അതിനെക്കുറിച്ച് ചിന്തിക്കുന്നില്ലയോ. അൻതും നിങ്ങളാണോ, അൻതും അൻസൽതുമൂഹു മിനൽ മുസ്നി അം നഹ്നുൽ മുൻസിലൂൻ, അൻതും നിങ്ങളാണോ, അൻസൽതുമൂഹു അതിനെ ഇറക്കിയത്, അതിനെ വർഷിപ്പിക്കുന്നത്, മിനൽ മുസ്നി മേഘങ്ങളിൽ നിന്ന്, മുസ്നി അർത്ഥം സഹാബ് മേഘം, മേഘങ്ങളിൽ നിന്ന് നിങ്ങളാണോ അതിനെ വർഷിപ്പിക്കുന്നത്, അം അതോ നഹ്നു നാം ആണോ, അൽ മുൻസിലൂൻ വർഷിപ്പിക്കുന്നത്, ഇറക്കുന്നത്. അപ്പൊ ആ വെള്ളത്തെ മേഘങ്ങളിൽ നിന്ന് ഇറക്കുന്നത് നിങ്ങളാണോ അതോ നാം ആണോ. ലൗ നശാഉ നാം ഉദ്ദേശിച്ചിരുന്നുവെങ്കിൽ, ജഅൽനാഹു അതിനെ നാം ആക്കുമായിരുന്നു, ഉജാജൻ ഉപ്പുരുചിയുള്ളതാക്കുമായിരുന്നു. ഫലൗലാ തശ്കുറൂൻ എന്നിട്ടും നിങ്ങൾ എന്തുകൊണ്ട് നന്ദി കാണിക്കുന്നില്ല. നാം നിങ്ങൾക്ക് നല്ല വെള്ളം മേഘങ്ങളിൽ നിന്ന് ഇറക്കി തന്നു, മഴയായി വർഷിപ്പിച്ചു തന്നു, എന്നിട്ടും നിങ്ങൾ എന്തുകൊണ്ട് നന്ദി കാണിക്കുന്നില്ല എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല സൂറത്തുൽ വാഖിയയിലൂടെ നമ്മളോട് ചോദിക്കുകയാണ്. അപ്പോൾ സൂറത്തുൽ വാഖിയയിൽ നിന്നുള്ള നമുക്ക് പരിചിതമായ 3 ആയത്തുകളാണിത്. അഫറഅയ്തുമുൽ മാ അല്ലദീ തശ്റബൂൻ അഅൻതും അൻസൽതുമൂഹു മിനൽ മുസ്നി അം നഹ്നുൽ മുൻസിലൂൻ ലൗ നശാഉ ജഅൽനാഹു ഉജാജൻ ഫലൗലാ തശ്കുറൂൻ. മഫ്ഹൂമുൽ ആയ, ആയത്തിന്റെ ആശയം. يحث الله سبحانه وتعالى الناس على التفكر والتدبر عن الماء. يحث الله سبحانه وتعالى, അല്ലാഹു സുബ്ഹാനഹു വ തആല പ്രേരിപ്പിക്കുന്നു, അന്നാസ ജനങ്ങളെ, യഹ്സു പ്രേരിപ്പിക്കുക, ഹസ്സ യഹ്സു, അല്ലാഹു സുബ്ഹാനഹു വ തആല അന്നാസ ജനങ്ങളെ പ്രേരിപ്പിക്കുന്നു, അല തഫക്കുരി, തഫക്കുർ ചിന്ത, തദബ്ബുർ ആലോചന, ചിന്ത, സെയിം അർത്ഥങ്ങളാണ്. അപ്പോ ആലോചിക്കുന്നതിന്റെ മേൽ അല്ലെങ്കിൽ ചിന്തിക്കുന്നതിന്റെ മേൽ ജനങ്ങളെ അള്ളാഹു പ്രേരിപ്പിക്കുന്നു. എന്തിനെ കുറിച്ചാണ് ചിന്തിക്കേണ്ടത്, അനിൽ മാ ഈ വെള്ളത്തെക്കുറിച്ച്, മാ വെള്ളം, വെള്ളത്തെക്കുറിച്ച് ചിന്തിക്കുന്നതിന്റെ മേൽ ജനങ്ങളെ അള്ളാഹു സുബ്ഹാനഹു വ തആല പ്രേരിപ്പിക്കുന്നു. അഅ്വമിൻ അമിഹി അവന്റെ അനുഗ്രഹങ്ങളിൽ വെച്ച് ഏറ്റവും ഗ്രേറ്റസ്റ്റ് ആയ, അഅ്വം മഹത്തരം, ഏറ്റവും മഹത്തമായ അനുഗ്രഹങ്ങളിൽ വെച്ച് ഏറ്റവും മഹത്തരമായ വെള്ളത്തെക്കുറിച്ച് ചിന്തിക്കുന്നതിന് മേൽ അവൻ ജനങ്ങളെ പ്രേരിപ്പിക്കുന്നു. വയഖൂലു അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നു, അഫറഅയ്തും നിങ്ങൾ കാണുന്നില്ലയോ, അയ്യുഹന്നാസ് ഏ ജനങ്ങളെ, അയ്യുഹന്നാസ് ഏ ജനങ്ങളെ, അൽമാ ആ വെള്ളത്തെ, അല്ലദീ എങ്ങനത്തെ വെള്ളമാണ്, തശ്റബൂനഹു നിങ്ങൾ അതിനെ കുടിക്കുന്നു, തശ്റബൂനഹു നിങ്ങൾ അതിനെ കുടിക്കുന്നു. അപ്പൊ നിങ്ങൾ കുടിക്കുന്നതായ വെള്ളത്തെ നിങ്ങൾ കാണുന്നില്ലയോ. അഅൻതും അൻസൽതുമൂഹു മിനസ് സഹാബിൽ ലദീ ഫൗഖകും ഇലാ ഖറാറിൽ അർദ്. അഅൻതും നിങ്ങളാണോ, അഅൻതും നിങ്ങളാണോ, അൻസൽതുമൂഹു അതിനെ ഇറക്കുന്നത്, അതിനെ വർഷിപ്പിക്കുന്നത്, മിനസ് സഹാബി വെള്ള മേഘത്തിൽ നിന്ന്, മിനസ് സഹാബി മേഘത്തിൽ നിന്ന്, അല്ലദീ ഫൗഖകും നിങ്ങളുടെ മുകളിലുള്ളതായ മേഘത്തിൽ നിന്ന്, ഫൗഖകും നിങ്ങളുടെ മുകളിൽ, നിങ്ങളുടെ മുകളിൽ ഉള്ളതായ മേഘങ്ങളിൽ നിന്ന് അതിനെ ഇറക്കുന്നത്, ആ വെള്ളത്തെ വർഷിപ്പിക്കുന്നത് നിങ്ങളാണോ, ഇലാ ഖറാറിൽ അർദി ഭൂമിയിലേക്ക്, അം അതോ നഹ്നു മുൻസിലുഹു ലക്കും
നിങ്ങൾക്ക് വേണ്ടി മുൻസിലുഹു അതിനെ നാം ഇറക്കുകയാണോ ചെയ്യുന്നത്? നഹ്നു മുൻസിലുഹു അതിനെ നാം ഇറക്കുകയാണോ ലക്കും നിങ്ങൾക്ക്? അപ്പൊ നിങ്ങളാണോ നാമാണോ അതിനെ ഇറക്കുന്നത്? ലൗ നുരീദു നാം ഉദ്ദേശിക്കുകയാണെങ്കിൽ ലൗ നുരീദു ലജഅൽനാ അതിനെ ആക്കും ദാലിക്കൽ മാ ഈ വെള്ളത്തെ ആക്കും ലജഅൽനാ ദാലിക്കൽ മാ ഈ വെള്ളത്തെ നാം ആക്കുമായിരുന്നു അല്ലദീ അൻസൽനാഹു എങ്ങനത്തെ വെള്ളമാണ്? അൻസൽനാഹു നാം അതിനെ ഇറക്കുന്നു മിനൽ മുസ്നി മേഘങ്ങളിൽ നിന്ന് ഇറക്കുന്നതായ വർഷിപ്പിക്കുന്നതായ വെള്ളത്തെ നാം ആക്കുമായിരുന്നു മാലിഹൻ ഉപ്പുള്ളത്, ഉപ്പുരുചിയുള്ളത്. ഹൈസു എങ്ങനത്തെയാണ് ഉപ്പുരുചിയുള്ളതാവുമ്പോൾ എന്താണ് സംഭവിക്കുക? ലാ യസ്ലുഹു ലിശ്ശുർബി വസ്സറാഅത്തി ലാ യസ്ലുഹു സാധിക്കുകയില്ല ലിശ്ശുർബി കുടിക്കാൻ വസ്സറാഅത്തി കൃഷിക്കും കുടിക്കാനോ ഉപയോഗപ്രദമാവാത്ത ഉപ്പുരുചിയുള്ള വെള്ളമാക്കുമായിരുന്നു ഞാൻ അതിനെ. അപ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ ഏറ്റവും വലിയ അനുഗ്രഹങ്ങളിൽപ്പെട്ട ഒരു അനുഗ്രഹമായ വെള്ളം അതിനെ നമുക്ക് ഉപകാരപ്രദമാകുന്ന രീതിയിൽ കുടിക്കാനും അതുപോലെ കൃഷി ചെയ്യാനുമെല്ലാം ഉപകാരപ്രദമാകുന്ന രീതിയിൽ അല്ലാഹു അതിനെ വർഷിപ്പിച്ചു നൽകുന്നു. അതിനെക്കുറിച്ച് ചിന്തിക്കാൻ വേണ്ടി മനുഷ്യരെ പ്രേരിപ്പിക്കുന്ന ആയത്തുകളാണ് നാം ഓതിയത്. താഴെ ബോക്സിലുള്ളത് നമുക്ക് നോക്കാം. ഇദാ കാനത്തിൽ മിയാഹു കുല്ലുഹാ ഉജാജൻ മാദാ സയഹ്ദുസു ഇദാ കാനത്തിൽ മിയാഹു വെള്ളങ്ങൾ ആകുമായിരുന്നെങ്കിൽ കുല്ലഹ മുഴുവൻ വെള്ളങ്ങളും ആയിരുന്നുവെങ്കിൽ ഇദാ കാനത്തിൽ മിയാഹു വെള്ളങ്ങൾ ആയിരുന്നുവെങ്കിൽ കുല്ലുഹ അത് മുഴുവനും ഉജാജൻ ഉപ്പുരുചിയുള്ളത് മാദാ സയഹ്ദുസു എന്തു സംഭവിക്കും? അങ്ങനെ മുഴുവൻ വെള്ളവും ഉപ്പുരുചിയുള്ളതായിരുന്നുവെങ്കിൽ എന്താണ് സംഭവിക്കുക? നമുക്കറിയാം, ഇപ്പോൾ വെള്ളങ്ങൾ ഭൂമിയിലുള്ള വെള്ളത്തിൽ വെച്ച് ഭൂരിഭാഗവും ഉപ്പുരുചിയുള്ളതാണ് അല്ലേ? ബാക്കി അല്പമാണ്, അല്ലെങ്കിൽ ബാക്കിയുള്ളത് മനുഷ്യന് ജീവിക്കാനും മനുഷ്യന് ഉപയോഗിക്കാനും കഴിയുന്ന രീതിയിൽ അല്ലാഹു അതിനെ സജ്ജീകരിച്ചിട്ടുണ്ട്. അപ്പൊ ഇതും എല്ലാം ഉപ്പുരുചിയുള്ളതായിരുന്നുവെങ്കിൽ എന്തായിരിക്കും സംഭവിക്കുക? ഹൽ മിൻ ഇംകാനിൽ ബശരി അൻ യുൻസിലൽ മത്റ ഹൽ മിൻ ഇംകാനിൽ ബശരി മനുഷ്യന്റെ സാധ്യതയിൽപ്പെട്ടതാണോ, മനുഷ്യന് സാധിക്കുന്നതാണോ അൻ യുൻസിലൽ മത്റ മഴയെ വർഷിപ്പിക്കാൻ മനുഷ്യന് സാധിക്കുന്നതാണോ? ഇനി നമുക്കിവിടെ നൽകിയിട്ടുള്ളത് സൂറത്ത് അബസ സൂറത്തിലെ ഏതാനും ആയത്തുകളാണ്. നമുക്ക് നോക്കാം. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം ഫൽയൻദുറിൽ ഇൻസാനു ഇലാ തുആമിഹി ഫൽയൻദുർ അവൻ നോക്കട്ടെ. അൽ ഇൻസാനു ആരാണ് നോക്കേണ്ടത്? അൽ ഇൻസാനു മനുഷ്യൻ. ഫൽയൻദുറിൽ ഇൻസാനു മനുഷ്യൻ നോക്കട്ടെ ഇലാ തുആമിഹി അവന്റെ ഭക്ഷണത്തിലേക്ക്. ഫൽയൻദുറിൽ ഇൻസാനു ഇലാ തുആമിഹി മനുഷ്യൻ അവന്റെ ഭക്ഷണത്തിലേക്ക് നോക്കട്ടെ. തുആമ് ഭക്ഷണം, ഫുഡ്. അന്നാ സബബിനൽ മാഅ സബ്ബ നാമാണ് വെള്ളത്തെ ചൊരിയുന്നത്, വെള്ളത്തെ വർഷിപ്പിക്കുന്നത്. സബ്ബൻ ഒരു വർഷിപ്പിക്കൽ, ഒരു ചൊരിയൽ. നാമാണ് അന്നാ സബബിനൽ മാഅ വെള്ളത്തെ വർഷിപ്പിക്കുന്നത് നാമാണ്. ثم شققنا الأرض شقا പിന്നെ ഷഖഖ്ന പിളർത്തി, നാം പിളർത്തി അൽ അർള ഭൂമിയെ. ഷഖ എന്ന് പറഞ്ഞാൽ പിളർത്തി. ഷഖഖ്നൽ അർള നാം ഭൂമിയെ പിളർത്തി, ഷഖൻ ഒരു പിളർത്തൽ. പിന്നെ പിന്നെ ഷഖഖ്നൽ അർള ഭൂമിയെ നാം പിളർത്തി, ഷഖൻ ഒരു പിളർത്തൽ. فأنبتنا فأنبتنا നാം മുളപ്പിച്ചു ഫീഹ അതിൽ ആ ഭൂമിയിൽ. ഫഅംബത്നാ നാം മുളപ്പിച്ചു ഫീഹ അതിൽ ഹബ്ബൻ വിത്തുകളെ, ധാന്യങ്ങളെ. വഇനബൻ വഖൽബ പിന്നെ എന്താണ് മുളപ്പിച്ചത്? ഇനബ് മുന്തിരിയെ നാം മുളപ്പിച്ചു. വഖൽബ എന്ന് പറഞ്ഞാൽ പച്ചക്കറികളെ നാം മുളപ്പിച്ചു. വസൈതൂനൻ വനഖ്ല സൈതൂൻ ഒലീവിനെയും നഖ്ല ഈത്തപ്പനയെയും നാം മുളപ്പിച്ചു. വഹദായിഖ ഉൽബ വഹദായിഖ ഹദീഖത്തുൻ ജമ ഹദായിഖ പൂന്തോട്ടങ്ങൾ. ഉൽബ തിങ്ങി നിറഞ്ഞു നിൽക്കുന്ന സമൃദ്ധമായ പൂന്തോട്ടങ്ങളെയും നാം ഉണ്ടാക്കി.
നാം മുളപ്പിച്ചു ഭൂമിയിൽ. വഫാകിഹതൻ വഅബ്ബ, വഫാകിഹതൻ പഴങ്ങളെയും, വഅബ്ബ പുല്ലുകളെയും, അബ്ബ പുല്ലുകളെയും ചെടികളെയും, ഫാകിഹത്ത് പഴങ്ങളെയും നാം മുളപ്പിച്ചു. മതാഅൻ ലക്കും, ഇതിനെല്ലാം മുളപ്പിച്ചത് എന്തിനു വേണ്ടിയാണ്? മതാഅൻ ലക്കും, നിങ്ങൾക്ക് ചരക്കായിട്ട്, നിങ്ങൾക്ക് ഉപയോഗിക്കാൻ വേണ്ടി. വലി അൻആമിക്കും, നിങ്ങൾക്ക് മാത്രമല്ല, അൻആമിക്കും നിങ്ങളുടെ മൃഗങ്ങൾക്കും, നിങ്ങളുടെ കന്നുകാലികൾക്കും, നിങ്ങൾക്കും ഉപയോഗിക്കാൻ വേണ്ടിയിട്ട്, നിങ്ങൾക്കെല്ലാവർക്കും ചരക്കായിട്ട് ഇതെല്ലാം നാം ഭൂമിയിൽ മുളപ്പിച്ചുവെന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല സൂറത്ത് അബസയിലൂടെ പറയുന്ന ഏതാനും ആയത്തുകളാണ് നമുക്ക് ഇവിടെ തന്നത്. മഫ്ഹൂമുൽ ആയ. ഇന്നല്ലാഹ അസ്സ വജല്ല അൻസല മിനസ് സമാഇ അൽമാഅ അസീറ وشق الأرض وأخرج منها العنب والقضب والزيتون والنخل مما تزرع في الأرض. إن الله عز وجل, الله سبحانه وتعالى, أنزل من السماء, ആകാശത്തിൽ നിന്ന് ഇറക്കി, അൻസല ഇറക്കി, മിനസ്സമായി ആകാശത്തിൽ നിന്ന്, അൽമാ അസീറ വെള്ളത്തെ, ധാരാളം വെള്ളത്തെ അല്ലാഹു സുബ്ഹാനഹു വ തആല ആകാശത്തിൽ നിന്ന് ഇറക്കി. വശക്കൽ അർള ഭൂമിയെ പിളർത്തി, ശക്കൽ അർള ഭൂമിയെ പിളർത്തി, വഖറജ മിൻഹ അതിൽ നിന്ന് പുറപ്പെടുവിപ്പിച്ചു, അൽ ഇനബ മുന്തിരിയെ, വൽ ഖൽബ പച്ചക്കറിയെ, വസൈതൂന ഒലീവ്, വന്നഖ്ല ഈത്തപ്പന, ഇതെല്ലാം അതിൽ നിന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല മുളപ്പിച്ചു ഭൂമിയിൽ നിന്ന്. മിമ്മാ തുസ്റഉ ഫിൽ അർളി, ഭൂമിയിൽ കൃഷി ചെയ്യുന്ന എല്ലാ വസ്തുക്കളെയും, കൃഷി ചെയ്യുന്ന കാര്യങ്ങളിൽ നിന്ന് എല്ലാത്തിനെയും അല്ലാഹു സുബ്ഹാനഹു വ തആല മുളപ്പിച്ചു. ഇനി നമുക്ക് ബോക്സിൽ നൽകിയിട്ടുള്ളത് നോക്കാം. 2 ക്വസ്റ്റ്യൻ ആണ്. ഹൽ യൂജദു ഷൈഉൻ മിനൽ മഅകൂലാത്തി ഖാലിയൻ മിനൽ മാ. ഹൽ യൂജദു എത്തിക്കപ്പെടുമോ, ലഭിക്കുമോ, ഷൈഉൻ ഒരു വസ്തു, മിനൽ മഅകൂലാത്തി ഭക്ഷണത്തിൽ നിന്ന്, ഭക്ഷിക്കപ്പെടുന്നതിൽ നിന്ന് എന്തിനെങ്കിലും എത്തിക്കുമോ, ഖാലിയൻ മിനൽ മായി വെള്ളം ഇല്ലാത്തതായിട്ട്, ഖാലിയൻ എന്ന് പറഞ്ഞാൽ ഒഴിവായതായിട്ട്, മിനൽ മായി വെള്ളത്തിൽ നിന്ന്, വെള്ളമില്ലാതെ എന്തെങ്കിലും ഭക്ഷണത്തെ നമുക്ക് എത്തിക്കാൻ സാധിക്കുമോ, നമുക്ക് ലഭിക്കുമോ? വെള്ളം ഉപയോഗിക്കാതെ ഉണ്ടാക്കുന്ന എന്തെങ്കിലും ഭക്ഷണം ലോകത്തുണ്ടോ? അടുത്ത ക്വസ്റ്റ്യനാണ്. ഹൽ തഅരിഫു ഹയവാനൻ ലാ യഹ്താജു ഇലൽ മാ. ഹൽ തഅരിഫു നിങ്ങൾക്കറിയുമോ, ഹൽ തഅരിഫു നിങ്ങൾക്കറിയുമോ, ഹയവാനൻ ഒരു ജീവിയെ, ലാ യഹ്താജു ഇലൽ മാഇ വെള്ളത്തിലേക്ക് ആവശ്യമില്ലാത്ത, ലാ യഹ്താജു ആവശ്യമാവുകയില്ല, ഇലൽ മാ വെള്ളത്തിലേക്ക്, വെള്ളം ആവശ്യമില്ലാത്ത ഏതെങ്കിലും ജീവിയെ നിങ്ങൾക്ക് അറിയുമോ? താഴെ ഖുർആനിനെ കുറിച്ച് അല്പം നൽകിയിട്ടുണ്ട്. എന്താണ് ഖുർആന്? നമ്മുടെ ആയത്തുകളൊക്കെ ഓതി നോക്കിയല്ലോ. അപ്പോൾ ഖുർആൻ എന്നുള്ള ആയത്തുകളാണെന്ന് പറഞ്ഞു. അപ്പോൾ ഖുർആനെ കുറിച്ച് ചെറിയൊരു വിവരണം. അൽ ഖുർആൻ ഹുവ കലാമുല്ലാഹി അൽ മുനസ്സലു അലാ മുഹമ്മദിൻ സല്ലല്ലാഹു അലൈഹി വസല്ലം. അൽ ഖുർആൻ ഹുവ കലാമുല്ലാഹി, അല്ലാഹുവിന്റെ കലാമാണ്. അൽ മുനസ്സലു അലാ മുഹമ്മദിൻ സല്ലല്ലാഹു അലൈഹി വസല്ലം, മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മേൽ ഇറക്കപ്പെട്ട കലാമാണ്, അല്ലാഹുവിന്റെ കലാമാണ് ഖുർആൻ. അൽ മുതഅബ്ബദു ബി തിലാവത്തിഹി, അത് ഓതുന്നതിലൂടെ ഒരു ആരാധനാ കർമ്മമാണ്. ഖുർആൻ ഓതൽ ഒരു ആരാധനാ കർമ്മമാണ്. വയുസമ്മ, ഖുർആന്റെ പേര് പറയപ്പെടുന്നു അതിലും വീണ്ടും, അഥവാ ഇനിയും ഖുർആൻ എന്ന് മാത്രമല്ല, അൽ ഫുർഖാൻ, ഫുർഖാൻ എന്നുള്ള പേരും, ദിക്ർ എന്നുള്ള പേരും, തൻസീൽ എന്നുള്ള പേരും, മുസ്ഹഫ് എന്നുള്ള പേരും, കിതാബ് എന്നുള്ള പേരും, ഈ പേരുകളൊക്കെ ഖുർആനിന് പറയപ്പെടുന്നു. ഫീഹി, ആ ഖുർആനിലുണ്ട്, 114 സൂറത്തുകളുണ്ട്. 114 സൂറത്തുകളുണ്ട് ഖുർആനിൽ. മിൻഹ, അതിൽപ്പെട്ടതാണ് ഈ 114 സൂറത്തുകളിൽ 86 മക്കിയ സൂറത്തുകളും, അതുപോലെ തന്നെ 28 മദനിയ സൂറത്തുകളുമാണ് ഉള്ളത്. 86 മക്കിയ സൂറത്തുകളും 28 മദനിയ സൂറത്തുകളുമാണ് ഉള്ളത്. മക്കിയ സൂറത്തും മദനിയ സൂറത്തും എന്ന് പറഞ്ഞാൽ മക്കയിൽ വെച്ച്, അഥവാ ഹിജ്റക്ക് പോകുന്നതിന് മുമ്പ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയും അനുയായികളും മദീനയിലേക്ക് ഹിജ്റ പോകുന്നതിന് മുമ്പ് മക്കയിൽ വെച്ച് ഇറങ്ങിയ സൂറത്തുകൾ മക്കിയ സൂറത്തുകളും, അതിനുശേഷം ഹിജ്റക്ക് ശേഷം മദീനയിൽ വെച്ച് ഇറങ്ങിയ സൂറത്തുകളെ മദനിയ സൂറത്തുകൾ എന്ന് പറയുന്നു. ജമഅഹു, അതിനെ ഒരുമിച്ച് കൂട്ടി, ഖുർആനെ ഒരുമിച്ച് കൂട്ടി അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു, അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ആണ് ഖുർആനെ ഒരുമിച്ച് കൂട്ടിയത്. വനസഖഹു ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു ഫി മുസാഹിഫ്, മുസാഫകളാക്കി
ക്രോഡീകരിച്ചത് അല്ലെങ്കിൽ മുസ്ഹഫുകളാക്കി മാറ്റിയത് ഉസ്മാൻ റളിയല്ലാഹു അൻഹു. വഅർസലഹ അതിനെ അയച്ചു, അതിനെ മുസ്ഹഫുകളായിട്ട് അയച്ചു ഇലൽ ആഫാഖ് ഭൂമിയുടെ ലോകത്തിന്റെ പല ദിക്കുകളിലേക്കും പല നാടുകളിലേക്കും. സൂറത്തു അബസ സൂറത്തു മക്കിയാണ്. വഅദദു ആയത്തുഹ അതിന്റെ ആയത്തുകളുടെ എണ്ണം 42. അപ്പോൾ നമ്മൾ ഓതിയ അബസ സൂറത്ത് മക്കിയാണ്. അടുത്തത് നമുക്കിവിടെ നൽകിയിട്ടുള്ളത് സൂറത്തുൽ അറാഫിലെ ഒരു ആയത്താണ്. നമുക്ക് നോക്കാം. وهو الذي يرسل الرياح بشرا بين يدي رحمته وهو الذي وهو അവനാണ് അല്ലാഹു സുബ്ഹാനഹു വ തആലയാണ് അല്ലദി എങ്ങനത്തെ അല്ലാഹു സുബ്ഹാനഹു വ തആല യുർസിലു റിയാഹ യുർസിലു അയക്കുന്നു അരിയാഹ കാറ്റിനെ അയക്കുന്നത് അല്ലാഹു സുബ്ഹാനഹു വ തആലയാണ്. ബുഷ്റൻ സന്തോഷവാർത്തയായിട്ട് ബൈന യദൈ റഹ്മതിഹി അല്ലാഹുവിന്റെ അനുഗ്രഹത്തിന്റെ മുമ്പായിട്ട് കാറ്റിനെ അവൻ സന്തോഷവാർത്തയായിട്ട് അയക്കുന്നു. ഇവിടെ റഹ്മത്ത് അല്ലാഹുവിന്റെ അനുഗ്രഹം എന്ന് ഉദ്ദേശിക്കുന്നത് മഴയെയാണ്. മഴ വരുന്നതിന് മുമ്പ് ഒരു കാറ്റുണ്ടാവും. ആ കാറ്റിനെയാണ് സന്തോഷവാർത്ത അറിയിക്കുന്നതായിട്ട് അയക്കുന്നത്. حتى إذا أقلت سحابا ثقالا سقناه لبلد ميت فأنزلنا به الماء فأخرجنا به من كل الثمرات حتى إذا أقلت سحابا വലിച്ചു കൊണ്ടുവരിക സഹാബൻ മേഘങ്ങളെ വലിച്ചു കൊണ്ടുവരുന്നത് വരെ തിഖാൽ ഭാരമുള്ള ഹത്ത ഏതുവരെ ഈ കാറ്റുകൾ എന്താ ചെയ്യുന്നത്? ഭാരമുള്ള മേഘങ്ങളെ വലിച്ചു കൊണ്ടുവരികയാണ്. സുഖനാഹു നാം അതിനെ നയിക്കുന്നു ലിബലദിൻ മയ്യത്തിൻ മരിച്ചു കിടക്കുന്ന നാട്ടിലേക്ക്, അഥവാ മഴ കിട്ടാതെ നിൽക്കുന്ന നാട്ടിലേക്ക് നയിക്കുന്നു. ലിബലദിൻ മയ്യത്തിൻ മരിച്ചു കിടക്കുന്ന നാട്ടിലേക്ക്. ഫഅൻസൽന നാം അതിനെ ഇറക്കുന്നു. ഫഅൻസൽന നാം ഇറക്കുന്നു ബിഹി അതുകൊണ്ട്. ഫഅൻസൽന ബിഹി നാം ആ നാട്ടിൽ ഇറക്കുന്നു എന്നർത്ഥം. ആ മയ്യത്ത് മരിച്ചു കിടക്കുന്ന നാട്ടിൽ ഇറക്കുന്നു. അൽമാ ആ വെള്ളത്തെ. ഫഅഖ്റജ്ന നാം പുറപ്പെടുവിക്കുന്നു ബിഹി അതുകൊണ്ട്, ആ വെള്ളം കൊണ്ട് മിൻ കുല്ലി സമറാത്ത് എല്ലാ ഫലങ്ങളിൽ നിന്നും എല്ലാ പഴങ്ങളിൽ നിന്നും നാം പുറപ്പെടുവിക്കുന്നു. കദാലിക ഇപ്രകാരമാണ് നുഖ്രിജു നാം പുറപ്പെടുവിക്കുന്നു അൽ മൗത മരിച്ചവരെ ലഅല്ലകും തദക്കറൂൻ നിങ്ങൾക്ക് ചിന്തിക്കാൻ വേണ്ടിയാണ്. അപ്പൊ ഇതെല്ലാം നൽകുന്നത് ഈ ആയത്തുകളിലൂടെയൊക്കെ പറയുന്നത് നമുക്ക് ചിന്തിക്കാൻ വേണ്ടിയാണ്. ഇസ്ലാമിന്റെ വിശ്വാസം അനുസരിച്ച് മരണപ്പെട്ടു കഴിഞ്ഞാൽ വീണ്ടും ഒരു ഉയർത്തെഴുന്നേൽപ്പുണ്ട്. അപ്പൊ അത് അങ്ങനെ മരിച്ചു കിടക്കുന്നവരെ എഴുന്നേൽപ്പിക്കാൻ അല്ലാഹുവിന് സാധിക്കും എന്നുള്ളതിന് ഓരോ തെളിവ് നൽകുന്നതാണ് ഇത്. മഫ്ഹൂമുൽ ആയ യുർസിലുല്ലാഹു സുബ്ഹാനഹു വ തആല അല്ലാഹു സുബ്ഹാനഹു വ തആല അയക്കുന്ന റിയാഹ കാറ്റിനെ ബിശാറത്തൻ സന്തോഷ വാർത്തയായിട്ട് ലിന്നാസ് ജനങ്ങൾക്ക് ഖബല നുസൂലിൽ ഐസി മഴ ഇറങ്ങുന്നതിന് മുമ്പ്, മഴ വർഷിക്കുന്നതിന് മുമ്പായിട്ട് ഒരു കാറ്റിനെ സന്തോഷ വാർത്തയായിട്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല അയക്കുന്നു. വല്ലത്തി എങ്ങനത്തെ കാറ്റാണ്? തഹ്മിലു അത് വഹിച്ചു കൊണ്ടുപോകും സഹാബൻ മേഘങ്ങളെ, കാലിൽ ഭാരമുള്ള മേഘങ്ങളെ വഹിച്ചു കൊണ്ടുപോകുന്ന കാറ്റുകൾ. ഫയസൂഖുഹു അല്ലാഹു സുബ്ഹാനഹു വ തആല അല്ലാഹു സുബ്ഹാനഹു വ തആല നയിക്കും ഇലാ അർളിൻ ജാഫത്തിൻ ഉണങ്ങിക്കിടക്കുന്ന ഭൂമിയിലേക്ക്. ജാഫ് ഉണങ്ങിക്കിടക്കുന്ന ഇലാ അർളിൻ ജാഫിൻ ഉണങ്ങിയ ഭൂമിയിലേക്ക്, വരണ്ട ഭൂമിയിലേക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല അതിനെ നയിക്കും. വയൻസിലുല്ലാഹു അല്ലാഹു സുബ്ഹാനഹു വ തആല ഇറക്കും വർഷിപ്പിക്കും മിൻഹു അതിൽ നിന്ന്, ആ മേഘങ്ങളിൽ നിന്ന് അൽമാ ആ വെള്ളത്തെ. വയുഖ്രിജു മിനൽ അർളി സമറാത്ത് വയുഖ്രിജു പുറപ്പെടുവിക്കും മിനൽ അർളി ഭൂമിയിൽ നിന്ന് അസ്സമറാത്ത പഴങ്ങളെ ഫലങ്ങളെ. ഹകദാ ഇപ്രകാരം തന്നെ യബ്അസുല്ലാഹു അൽ മൗത മരിച്ചവരെ ഉയർത്തെഴുന്നേൽപ്പിക്കുന്നതും ഇപ്രകാരം തന്നെ. വഹാദാ അംറുൻ യഹസുൽ ആഖില അല തഫക്കുരി വതദബ്ബുരി വഹാദാ ഇത് അംറുൻ ഒരു കാര്യമാണ് യഹസു ഇത് പ്രേരിപ്പിക്കുന്നു അൽ ആഖില ബുദ്ധിമാനെ അല തഫക്കുരി വതദബ്ബുരി ചിന്തിക്കുന്നതിന്റെ മേൽ. ബുദ്ധിയുള്ളവന് ചിന്തിക്കാൻ സാധിക്കുന്ന ഒരു പ്രേരണ ഇതിലുണ്ട് ഈ ആയത്തുകളിൽ. ഇവിടെ 2 ക്വസ്റ്റ്യൻസ് നൽകിയിട്ടുണ്ട്. മാ തഗയ്യുറാത്തു അത്തഖ്സു ഖബലൽ മത്തർ. മാ തഗയ്യുറാത്തു എന്തൊക്കെ മാറ്റങ്ങളാണ് അത്തഖ്സു കാലാവസ്ഥക്ക് വരുന്നത് ഖബലൽ മത്തർ മഴയുടെ മുമ്പ് എന്തെല്ലാം മാറ്റങ്ങളാണ് കാലാവസ്ഥയിൽ വരുന്നത്, നമ്മുടെ പ്രകൃതിയിൽ വരുന്നത്. 2 മൽ അലാഖത്തു ബൈന ഇഹ്യാഇൽ ബലദിൽ മയ്യിതി മരിച്ചു കിടക്കുന്ന ഉണങ്ങിക്കിടക്കുന്ന വരണ്ടു കിടക്കുന്ന നാടിനെ ജീവിപ്പിക്കുന്നതിൻ്റെയും
വബൈന ബഅസി ബഅദൽ മൗത്ത്, മരണശേഷം പുനർജീവിപ്പിക്കുക, ഉയർത്തെഴുന്നേൽപ്പിക്കുക, അതിൻ്റെയും ഇടയിലുള്ള ബന്ധം എന്താണ്? മൽ അലാഖത്തു, എന്താണ് ബന്ധം? മൽ അലാഖത്തു, എന്താണ് ബന്ധം? ബൈന ഇഹ്യാഇ ബലദിൽ മയ്യിത്ത്, മയ്യിത്ത് മരിച്ചു കിടക്കുന്ന നാടിനെ ജീവിപ്പിക്കുന്നതിൻ്റെയും വബൈനൽ ബഅസി ബഅദൽ മൗത്ത്, മരണശേഷം പുനർജീവിപ്പിക്കുന്നതിൻ്റെയും ഇടയിലുള്ള ബന്ധം എന്താണ്?